സാറ് ഈ പിണറായി വിജയന്റെ സർക്കാർ ആരംഭ സമയത്ത് പറഞ്ഞിരുന്നു കിറ്റും അങ്ങനെ ക്ഷേമ പെൻഷനുമായിരുന്നു പിണറായി വിജയനെ ഒരു പരിധി വരെ രക്ഷപ്പെടുത്തിയിരുന്നു. അത് ആ ഒരു നിലപാട് ഇപ്പോ ഇതുവരെ നോക്കുമ്പോൾ എന്താ പറയാനുള്ളത്? കാരണം സാധാരണക്കാർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഒരുപാട് പ്രതിസന്ധി ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു. ഏറ്റവും മോശം പരിസ്ഥിതിയായിരുന്നു. എല്ലാവരും വിചാരിച്ച് ഇടതുപക്ഷം ഒരിക്കലും ജയിക്കില്ല. അന്നും ഞാൻ പറഞ്ഞു ജയിക്കുന്നു. പലരും എന്നെ ആക്ഷേപിച്ച് ജയിക്കാൻ നോക്കുന്ന ഒരു ഘടകമില്ല. കാരണം എന്ന് വെച്ചാൽ കിറ്റും പെൻഷനും ആണ് സ്വാധീനിച്ചു. തൊഴിലുറപ്പും അതൊക്കെ മുമ്പുള്ള ഗവൺമെന്റ് ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അടവ് നയത്തിന്റെ വേറൊരു ഭാഗം അടവായിരിക്കുമല്ലോ ഇതല്ല. ആ ഒരു വിഭാഗത്തെ കൂടെ നടത്താൻ ഇത്രയൊക്കെ കൂടെ കൊടുത്താൽ അവർ നിൽക്കുമെന്നറിയാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മതി. മറ്റുള്ള വിഭാഗത്തിന് ആന കൊടുത്താൽ അവർ നിൽക്കില്ല. വലിയ വലിയ ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമാണ്. ഈ മഹാഭൂരിപക്ഷത്തിന് ഒന്നുമില്ലായ്മ. അവർക്കെന്താണ്? തൊഴിലുറപ്പല്ലേ ആകെയുള്ളത്. പിന്നെ പെൻഷൻ UDF ഗവൺമെന്റ് ഉണ്ടായിരുന്ന കാലത്ത് ചെറിയ തുക ഈ LDF 1600 രൂപ അതെല്ലാ മാസവും അവർക്ക് ചെല്ലുക എന്ന് പറഞ്ഞാൽ വലിയൊരു മഹാഭാഗ്യം പോലെ അല്ല വലിയൊരു ആനുകൂല്യം പോലെ അവർ കണ്ടു. അത് ആളുകൾ വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. സൗജന്യ റേഷൻ കൊടുത്തില്ലേ? അരിക്ക് വല്ല ക്ഷാമമുണ്ടാകും. സ്വാഭാവികമായിട്ടും അരി അവസാനം ആളുകൾ തെങ്ങിന്റെ ചോട്ടിട്ട് മൂടുന്ന അവസ്ഥ വരെ എത്തിയില്ലേ? അതൊക്കെ വോട്ടാക്കി മാറ്റി. ഈ ഗോകുലം ഗോപാലനുമായിട്ടുള്ള ഒരു ചർച്ചയിൽ പറഞ്ഞു സാറ് കുടുംബ ആധിപത്യമാണ് LDF SNDP ആയിട്ടുള്ള ഇതിലെ അംഗീകാരത്തിൽ നിൽക്കുമ്പോൾ UDF-ന്റെയും LDF-ന്റെയും ഭരണം ആരുടെ ഭരണം വന്നാലും ഇതിന് മാറി നിൽക്കാത്തതും മാറി ചിന്തിക്കാത്തതും ഒരു ഏകാധിപത്യ സ്വഭാവം വെച്ചിട്ടാണെന്ന്. അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? അത് ആ ഒരു ഏകാധിപത്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും ജനാധിപത്യം ഉള്ളതല്ലേ SNDP-യോ സെൻട്രസും? ഈ ഗോപാലിന് എന്തുകൊണ്ട് ജനകോടതി വരാൻ ഭയം? കോടതിക്കത് കണക്കില്ല, ജനകോടതി വരാൻ ഭയമാണ്. അപ്പോൾ ജനകോടതി വരാൻ ഭയമെന്ന് മാത്രമല്ല, മലയാളം സ്ഫുടമായി വർത്തമാനം പറയാൻ പോലും അറിയാൻ പാടില്ല. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്ന് പോലും പറയാൻ അദ്ദേഹത്തിന് അറിയില്ല. ആയാളാണ് കേരളത്തിലേക്ക് വന്ന് SNDP യോഗത്തെ പിടിച്ചെടുക്കാന്ന് വിചാരിച്ചാൽ സാധാരണക്കാർ സമ്മതിക്കുക കൊടുക്കല. പക്ഷെ എന്താണ്, മണിപ്പൂറുണ്ട്. ഇപ്പൊ എല്ലാത്തിനും മുമ്പ് ഉപരി പണത്തക്ക് മീതെ പരന്നും പറക്കാതെ എന്നല്ലേ തമിഴിൽ പറയണത്. തമിഴ് സ്റ്റൈല് ഇവിടെ കൊണ്ടെന്ന് കുറെ നോക്കുന്നുണ്ട്. കുറെ നോക്കില്ല എവിടെയെങ്കിലും കൊണ്ടെത്താൻ സാധിച്ചോ? അപ്പൊ കുടുംബാധിപത്യം കുടുംബമുള്ള ഇമ്പമാണ് കുടുംബം. സമുദായം എല്ലാം തന്നെ ഒരു കുടുംബമായി കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിക്കുന്നത്. എൻ്റെ ഭാര്യയായാലും മകളായാലും അയൽവക്കത്തുകാരായാലും എല്ലാവരും കുടുംബമായിട്ട് വരട്ടെ. പിന്നെ എൻ്റെ ഭാര്യയെ പറ്റി എൻ്റെ ഭാര്യ വനിതാ സംഘം, എൻ്റെ ഭാര്യ ആരുമല്ല അതിനകത്ത്. ഈവൽസിന്റെ സിദ്ധാന്തമാണ് നേരെ പറഞ്ഞ് നുണ പറഞ്ഞ് നേരാക്കുക. മകൻ ഉണ്ട്. എൻ്റെ മകൻ ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ യൂത്ത് മൂവ്മെന്റ് ഉണ്ടായിരുന്ന ആളാണ്. ഞാൻ കൊണ്ടൊന്നുമല്ല. അയാൾ പ്രവർത്തിച്ച് അംഗീകാരം കിട്ടിക്കയറി, അയാൾ പൊളിറ്റിക്സ് ഉണ്ടാക്കി, അത് എവിടേക്ക് പോകുന്നു. അപ്പോൾ അത് കണ്ട് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ എല്ലാവരുടെയും കുടുംബം, ഉമ്മൻചാണ്ടി ഇപ്പോൾ മകനെയല്ലേ സ്ഥാനാർത്ഥിയാക്കി മരിച്ചതിന് ശേഷം, അപ്പൊ കുടുംബാധിപത്യല്ലേ? അങ്ങനെ ആധിപത്യം പറ്റി പറയാണ്ട് നെഹ്റു കുടുംബമല്ലേ ഇപ്പൊ ഇന്ത്യ തന്നെ ഭരിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ ഈ ഒന്നും പറയാനൊത്തില്ലെങ്കിൽ എന്തെങ്കിലും പറയണ്ടേ? അവർക്ക് ചുണയുണ്ടെങ്കിൽ ജനകോടതിയിൽ വന്നുകൊണ്ട് ജനങ്ങളോട് ഫൈറ്റ് ചെയ്യാൻ വരണം, തയ്യാറാകണം. വോട്ട് ഇപ്പൊ SNDRSന്റെ വോട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അന്തസ്സുള്ള ബൂത്തിൽ വന്ന് വോട്ട് ചെയ്ത് ജയിക്കട്ടെ. അദ്ദേഹത്തെ ഞങ്ങളാരും കോടതി പോകില്ല. കൈ കൊടുത്ത് അദ്ദേഹത്തെ കസേര എടുത്തിട്ട് ഞാൻ പുറത്തോട്ട് പോകും. അതാണ് മര്യാദയും മാന്യത. എന്നും ഈ സമുദായത്തിന്റെ ശാപം ആരാണോ? ഈ സമുദായത്തിൽപ്പെട്ട ഇങ്ങനെയുള്ള ഒരു സമ്പന്ന വിഭാഗം, അവർ സമുദായത്തിന് വേണ്ടി ഒരു കർമ്മം, ഗോപാലൻ ഈ സമുദായത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്?
സമുദായത്തിന്റെ പേരും പറഞ്ഞ് ചുറ്റിച്ചേർത്ത് എത്രയോ സമുദായക്കാരെ വധ്യാധാരമാക്കി. അല്ല, സമുദായത്തിന് എന്ത് ഗുണം ചെയ്തു? ഒരു ഗുണവും ചെയ്തിട്ടില്ല. ഇതെല്ലാം നമ്മൾ കണ്ടും കൊണ്ടും മടുത്ത ആളുകളാണ്. ജനം പുച്ഛിച്ച് തള്ളിയിട്ടിരിക്കുന്ന ആളാണ്. എന്നാലും അദ്ദേഹത്തിന്റെ പണക്കൊഴുപ്പ്, ഇത് തമിഴ്നാടല്ല, കേരളം. അദ്ദേഹം ഇങ്ങനെ വലിയ പ്രതീക്ഷയിൽ ആഗ്രഹത്തിൽ നടത്തോട്ടെ. അദ്ദേഹത്തിന് ചുറ്റി വളർത്തുകയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഈ രാജ്യത്ത് ചുറ്റി വളർത്താൻ അദ്ദേഹം ചെയ്തത് എന്താണ്? കള്ളച്ചുറ്റി നടത്തിയില്ലേ? വേറെ വല്ലയിടത്ത് പോയിരുന്നെങ്കിൽ ജയിലിൽ കിടക്കേരെ. അതൊന്നും സർക്കാർ എന്ത് ചെയ്ത് കൊടുത്ത്? അത് ആ കേസിൽ നിന്ന് നിരവധി ഒഴിവാക്കി കൊടുത്തില്ലേ? അങ്ങനെ സർക്കാരിനോട് പറ്റുന്ന ഒരുപാട് ആനുകൂല്യങ്ങൾ മേടിക്കട്ടെ.